ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിദലാലത്തിഹി അള്ളാഹ് എന്ന ലഫ്ദ് അറിയിച്ചതിനും വേണ്ടി അലാ ഹാദൽ ഇസ്തിജ്മാഇ കമാലിയത്തിൻ്റെ സിഫാത്തിനെ മുഴുവനത്തെയും ഇസ്തിജ്മാ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിജ്മാഇൻ്റെ മേലിൽ അള്ളാഹ് എന്ന ലഫ്ദ് അറിയിച്ചതിനും വേണ്ടി സ്വാറൽ കലാമു അൽഹംദുലില്ലാ എന്ന കലാമായി ഫി ഖുവ്വത്തി അൻ യുഖാല പറയപ്പെടുന്നതിൻ്റെ സ്ഥാനത്തായി എന്ത് പറയപ്പെടുക? അൽഹംദു. ഹംദ് എന്നത് മുത്തുലഖൻ നിരുപാധികം, അൽഹംദു എന്നത് നിരുപാധികം എന്ന് പറഞ്ഞാൽ ഹംദിൻ്റെ ഹംദ് പല അഫ്രാദുകളുണ്ടല്ലോ, അതിൻ്റെ മുഴുവൻ അഫ്രാദുകളും അഥവാ ഇപ്പോൾ മുത്തലഖൻ എന്നതുകൊണ്ട് ഇവിടെ അൽ ഇസ്തിഗ്റാഖാണ് എന്നതിലേക്ക് ഒരു സൂചനയുണ്ട്. അപ്പം ഹംദ് മുഴുവനും എല്ലാ ഹംദും മുൻഹസിറുൻ ഫി ഹഖ് മൻ ഹുവ മുസ്തജ്മിഉൻ ലിജമീഇ സിഫാത്തിൽ കമാലി മിൻ ഹൈസു ഹുവ കദാലിക്. മുൻഹസിറുൻ ഒതുങ്ങിയതാണ്, പരിമിതമായതാണ്, ക്ലിപ്തമായതാണ്. ഫി ഹഖ് മൻ ഒരുത്തൻ്റെ അവകാശത്തിൽ, ഹുവ ആ ഒരുത്തൻ മുസ്തജ്മിഉൻ ലിജമീഇ സിഫാത്തിൽ കമാലി പൂർണ്ണതയുടെ മുഴുവൻ സിഫത്തുകളെയും ഒരുമിച്ചു കൂട്ടിയവനാണ്. അവൻ്റെ ഹഖിൽ മുൻഹസിറാണ്. മിൻ ഹൈസു ഹുവ കദാലിക അവൻ അപ്രകാരമാണ് എന്ന ഭാഗത്തിലൂടെ. എപ്രകാരം? കമാലിയത്തിൻ്റെ സിഫത്തുകളെ മുഴുവനും ഒരുമിച്ചു കൂട്ടിയവനാണ് എന്ന ഭാഗത്തിലൂടെ അള്ളാഹു മുഴുവൻ ഹംദിനിക്കും അവകാശപ്പെട്ടവനാണ് എന്ന് പറയപ്പെടുന്നതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന കലാമ് ആയിത്തീരുന്നത്. അള്ളാഹ് നമുക്ക് ഒരു നിഅമത്തും ചെയ്തു തന്നിട്ടില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിഫത്തുകളെയൊക്കെയും അവകാശപ്പെടുത്തിയവനാണ് എന്ന കാരണം കൊണ്ട് തന്നെ സർവസ്തുതിക്കും അവൻ അർഹനാണ്, അവകാശപ്പെട്ടവനാണ് എന്ന് പറയപ്പെടുന്നതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ അൽഹംദുലില്ലാ എന്നത്. ഫകാന അപ്പോൾ ഈ അൽഹംദുലില്ലാ എന്നതായി കദഅവ ശൈഇ ബിബയ്യിനത്തിൻ വബുർഹാനിൻ തെളിവുകളോടുകൂടെ ഒരു കാര്യത്തെ വാദിക്കും പോലെയായി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എന്തൊക്കെ ഉണ്ട് മൊത്തത്തിൽ, അതൊക്കെ നോക്കുമ്പോൾ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് ഹംദ് അള്ളാഹ്ക്ക് തന്നെയാണ് എന്ന് വാദിക്കുന്നത് പോലെയുണ്ട്. വലാ യഖ്ഫാ ലുതുഫുഹു മുസന്നിഫിൻ്റെ കലാമിൻ്റെ ഉപകാരം അത് മറഞ്ഞിരിക്കുകയില്ല, അവ്യക്തമാവുകയില്ല. അതിലെ സൂക്ഷ്മമായ രഹസ്യങ്ങളും ന്യായങ്ങളും നിഗൂഢതകളും വ്യക്തമാകാതിരിക്കുകയില്ല. ഖൗലുഹു ഖായിലിൻ്റെ ഖൗലിനെ വിവരിക്കലാണ്, അഥവാ മുസന്നിഫിൻ്റെ അല്ലദീ ഹദാന എന്ന ഖൗലിനെ വിവരിക്കലാണ്. അൽ ഹിദായത്തു ഹിദായത്ത് എന്നത് ഖീല പറയപ്പെട്ടു, ഹിയ ഹിദായത്ത് അദ്ദലാലത്തുൽ മൂസിലത്തു ചേർക്കുന്ന അറിയിച്ചു കൊടുക്കലാണ്. ഐൽ ഈസ്വാലു ഇലൽ മതുലൂബി അതായത് മതുലൂബിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ചേർക്കലാണ്. ഒരു കണ്ണ് കാണാത്ത ആൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ് എവിടെയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കൈപിടിച്ച് ആ ബസ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ബസ്സിലേക്ക് കയറ്റി കൊടുത്തു. ഇപ്പം എന്താ ഇവിടെ നടന്നത്? ഈസാലാണ്. അദ്ദേഹത്തിൻ്റെ മത്ലൂബിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എന്താക്കി? അദ്ദേഹത്തെ എത്തിച്ചു, ചേർത്തി. ആ ഈസാലാണ് ഈ ഹിദായത്തിൻ്റെ മഅന എന്ന് ഒരു ഖീല വഖീല പറയപ്പെടുകയും ചെയ്തു. ഇനി മറ്റൊരു ഖീല ഹിദായത്ത് എന്നത് ഇറാഅത്തു ത്വരീഖി വഴിയെ കാണിച്ചു കൊടുക്കലാണ്. അൽ മൂസ്വിലി ഇലൽ മതുലൂബി മതുലൂബിലേക്ക് ചേർക്കുന്നതായ വഴിയെ കാണിച്ചു കൊടുക്കലാണ് ഹിദായത്ത് എന്നത്.
ഒരാൾ നമ്മളോട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നേരെ പോയിട്ട് റൈറ്റ് തിരിയുക, പിന്നെ ഒരു വളവ് കാണും, അതിൽക്കൂടെ പോയാൽ അവിടെ എത്തും. അങ്ങനെ പറഞ്ഞു. ഇപ്പം എന്താണ്, ഈ സവാലാണ് ഉണ്ടായത്? അല്ല, അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ട ആ വഴിയെ കാണിച്ചു കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഈ സവാൽ ഉണ്ടായിട്ടില്ല. ഈ സവാൽ ഉണ്ടാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം, അദ്ദേഹം എത്തണം. ഇവിടെ ഇറാഅത്തേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഇറാഅത്താണ് ഹിദായത്തിൻ്റെ മഅന എന്ന് മറ്റൊരു ഖീല. വൽ ഫർഖു ബൈന ഹാദൈനിൽ മഅനയൈനി, ഈ രണ്ട് മഅനകൾക്കിടയിലുള്ള ഫർഖ് വ്യത്യാസം, അന്നൽ അവല, നിശ്ചയം ഒന്നാമത്തെ ഖീല അഭിപ്രായം, യസ്തൽസിമു, ആ അവല് നിർബന്ധമാക്കും, ലാസിമാക്കും, അൽ വുസൂല, ചേരലിനെ നിർബന്ധമാക്കും, ഇലൽ മതുലൂബി, മതുലൂബിലേക്ക് ചേരലിനെ നിർബന്ധമാക്കും. ബിഖിലാഫി സാനി, രണ്ടാമത്തെ ഖീലക്ക് മാറ്റമായിട്ട്. അതിൽ ഇറാഅത്തല്ലുള്ളൂ, കാണിച്ചു കൊടുക്കലുള്ളൂ. ഒന്നാമത്തതിൽ കൊണ്ടുപോയി ആ മതുലൂബിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, അവിടെ എത്തും ഉറപ്പായിട്ടും. മറ്റതങ്ങനെയല്ല. രണ്ടാമത്തത് വഴി കാണിച്ചു കൊടുത്തിട്ടല്ലുള്ളൂ, ഇനി ആ വഴിക്ക് തന്നെ എത്തണമെന്നുണ്ടോ? ഫഇന്ന ദലാലത്ത, നിശ്ചയം അറിയിച്ചു കൊടുക്കൽ, അലാമ, ഒരു വഴിയെ അറിയിച്ചു കൊടുക്കൽ, യൂസ്വിലു, ആ വഴി ചേർക്കും, ഇലൽ മതുലൂബി, മതുലൂബിലേക്ക് ചേർക്കും. അങ്ങനത്തെ ഒരു വഴിയെ അറിയിച്ചു കൊടുക്കൽ, ലാ യൽസമു, അത് നിർബന്ധമാക്കൂല, അൻ തകൂന, ആ അറിയിച്ചു കൊടുക്കൽ ആകലിനെ, മൂസ്വിലതൻ, ചേർക്കുന്നതാകലിനെ, ഇലാമ, ഒരു വഴിയിലേക്ക്, യൂസ്വിലു, ആ വഴി ചേർക്കും അവൻ്റെ മത്തുലൂബിലേക്ക്. വഴി കാണിച്ചു കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് ആ വഴിയിലേക്ക് ചേരണമെന്ന് തന്നെ ഇല്ലല്ലോ. ആ വഴിയിലേക്ക് തന്നെ എത്തണമെന്നില്ല, പിന്നെ അങ്ങനെ മത്തുലൂബിലേക്ക് എത്തുക? അതാ ചോദിക്കണത്. കൈഫ തൂസ്വിലു ഇലൽ മത്തുലൂബി, പിന്നെ എങ്ങനെയാണ് തൂസ്വിലു, ആ ദലാലത്ത്, ഇറാഅത്ത് എങ്ങനെയാണ് ചേർക്കുക, ഇലൽ മത്തുലൂബി, മത്തുലൂബിലേക്ക് എങ്ങനെ ചേർക്കും? അറിയിച്ചു കൊടുക്കൽ. മത്തുലൂബിലേക്കുള്ള വഴിയിലേക്ക് തന്നെ എത്തണമെന്നില്ല, പിന്നല്ലേ മത്തുലൂബിലേക്ക് എത്തുക? ഇപ്പോൾ പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങളും ഖീലകളാണ്. വൽ അവ്വലു, ഒന്നാമത്തെ അഭിപ്രായം, മൻഖൂദുൻ, പൊളിക്കപ്പെട്ടതാണ്, ബിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല് കൊണ്ട്, വ അമ്മ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദാ. ഇവിടെ സമൂദ് ഗോത്രക്കാരെ ഹിദായത്തിലേക്ക് ആക്കി, അപ്പോൾ അവർ ഹിദായത്തായി എന്നാണ്. എന്നിട്ട് പറയാണ് അവർ വലാലത്തിനെ സ്വീകരിക്കുകയും ചെയ്തു. അതെങ്ങനെ? അവർ ഹിദായത്തിലായി കഴിഞ്ഞാൽ പിന്നെ വലാലത്തിനെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആദ്യത്തെ മഅന ഈസ്വാല് എന്നത് ഇവിടെ ശരിയാവുകയില്ല. അവരെ ചേർത്തു, ഈസ്വാല് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ഹിദായത്ത് ലഭിക്കണമല്ലോ, അപ്പോഴേ ഹിദായത്തിലാക്കി എന്ന് പറയുകയുള്ളൂ. മറ്റേത് ഹിദായത്തിലാകാനുള്ള വഴികളെ കാണിച്ചു കൊടുത്തു, അതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നത് മാത്രമുള്ളൂ. ഹിദായത്തിലാക്കി എന്ന് പറയണമെങ്കിൽ ആകണം. അപ്പോൾ ഈ ആയത്തിൽ ആദ്യത്തെ മഅന അഥവാ ഈസ്വാല് എന്നത് ഇവിടെ നടക്കൂല, അർത്ഥം ശരിയാവില്ല. ഹിദായത്ത് ഓൽക്ക് കിട്ടിയിട്ട് പിന്നെ വലാലത്ത് സ്വീകരിച്ചു എന്നത് ശരിയാവുകയില്ല. ഇത് കാരണം ലായു തസവ്വറു ളലാലത്തു, വലാലത്ത് തസവ്വുറാക്കപ്പെടുകയില്ല, രൂപപ്പെടുകയില്ല, ബഅദൽ വുസൂലി ഇലൽ ഹഖ്, ഹക്കിലേക്ക് ചേർന്നതിന് ശേഷം. ഹക്കിലെത്തിയാൽ പിന്നെ വലാലത്തില്ല, വലാലത്ത് പോയി. സാനി, രണ്ടാമത്തെ ആ അഭിപ്രായം ഖീല, മൻഖൂലുൻ, പൊളിക്കപ്പെടുന്നതാണ്, ബി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗല് കൊണ്ട്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. രണ്ടാമത്തെ മഅന ഇറാഅത്തല്ല, വഴി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ അർത്ഥപ്രകാരം ഇവിടെ വെക്കുമ്പോൾ, ഇന്നക, നിശ്ചയം നബിയെ, അങ്ങ്, ലാ തഹ്ദി,
അങ്ങ് വഴി കാണിച്ചു കൊടുക്കുകയില്ല. മൻ ഒരുത്തർക്ക്, അഹ്ബബ്ത അങ്ങ് ഇഷ്ടപ്പെട്ട ഒരുത്തർക്ക്, അങ്ങ് ഇഷ്ടപ്പെടുത്ത ഒരുത്തർക്ക് അങ്ങ് നേർമാർഗം കാണിച്ചു കൊടുക്കുകയില്ല എന്നായി അർത്ഥം. രണ്ടാമത്തെ മാനയെ ഈ ആയത്ത് കൊണ്ടും പൊളിക്കപ്പെട്ടു. ഇന്ന നബിയ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന ശഅ്നുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യമായിരുന്നു, ഇറാഅത്തത് ത്വരീഖി വഴി കാണിച്ചു കൊടുക്കലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പണി തന്നെ അതല്ലേ, വഴി കാണിച്ചു കൊടുക്കുക, ഹിദായത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക. അതില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ മാനയും പൊളിക്കപ്പെട്ടു. വല്ലദി യഫ്ഹമു മിൻ കലാമിൽ മുസന്നിഫി, മുസന്നിഫിൻ്റെ കലാമിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം, റഹിമഹുല്ലാഹു, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഫി ഹാഷിയത്തിൽ കശാഫി, കശാഫിൻ്റെ ഹാഷിയയിലുള്ളതായ കലാമിൽ നിന്നും മനസ്സിലാകുന്നത്, ഹുവ മുസന്നിഫിൻ്റെ കലാമിൽ നിന്നും മനസ്സിലാകുന്നത്, അന്നൽ ഹിദായത്ത നിശ്ചയം ഹിദായത്ത് എന്നത് ലഫ്ലുൻ മുഷ്തറക്കുൻ കൂറാക്കപ്പെട്ട ലഫ്ലാണ്. മുഷ്തറക്കായ ലഫ്ലു എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ലും പല മാനയും. മുഷ്തറക്കും ബൈന ഹാദൈനിൽ മഅനയൈനി, ഈ രണ്ട് മാനകൾക്കിടയിൽ കൂറാക്കപ്പെട്ട ലഫ്ലാണ്. അപ്പോൾ ഇതിന് രണ്ട് മാനയും ഉണ്ട്. ഈസ്വാൽ എന്ന മാനയുണ്ട്, ഇറാഅത്ത് എന്ന മാനയും, രണ്ടും ഒപ്പമുണ്ട് എന്ന് വെക്കണം. അപ്പോഴാണ് അർത്ഥം ശരിയാവുള്ളൂ. വഹീന ഇതിൻ അന്നേരം, എന്നേരം ഈ പറയപ്പെട്ട രണ്ട് മാനകൾക്കിടയിൽ ഹിദായത്ത് എന്ന ലഫ്ല് മുഷ്തറക്കാണ് എന്ന് പറഞ്ഞ നേരം, യൽഹറു വെളിവാകും, ഇന്തിഫാഉ കിലൻ നഖദൈനി ഈ രണ്ട് തർക്കങ്ങൾ തട്ടിപ്പോകൽ ലാഹിറാകുന്നതാണ്. ഇതാണിതിൻ്റെ ശരിയായ വാദം എന്ന് പറഞ്ഞിട്ട് മറ്റഭിപ്രായക്കാർ ഇതിനെ പൊളിക്കുക, ഇവർ അതിനെയും പൊളിക്കുക. ഈ രണ്ട് പൊളിക്കലും തട്ടിപ്പോയി എന്നതിപ്പോൾ ലാഹിറായി മുസന്നിഫിൻ്റെ കലാം കിട്ടിയപ്പോൾ. വയർത്തഫിഉൽ ഖിലാഫു, ഖിലാഫ് ഉയർന്നു പോകും, മിനൽ ബൈനി രണ്ട് ആയത്തുകൾക്കിടയിലുള്ള വൈരുദ്ധ്യം നീങ്ങും. മേലെ പറഞ്ഞതിൽ ബൈന ഹാദൈനി എന്നിടത്ത് ഹാദ എന്നത് ഹിസ്സിൽ എത്തിക്കപ്പെട്ടതിനേക്കാണ് ഇഷാറത്താക്കുക. പക്ഷേ ഈ അടുത്ത് പറഞ്ഞതായതുകൊണ്ട് മഹ്സൂസിൻ്റെ ഹിസ്സിലെത്തിക്കപ്പെട്ടതിൻ്റെ സ്ഥാനത്ത് ഇറക്കിയിട്ടാണ് ഹാദ കൊണ്ട് ഇഷാറത്താക്കിയത്. വമഹ്സൂലു കലാമിൽ മുസന്നിഫി ഫി തിൽക്കൽ ഹാഷിയത്തി, ഈ ഹാഷിയയിൽ മുസന്നിഫിൻ്റെ കലാമിൻ്റെ മഹ്സൂല്, മുസന്നിഫിൻ്റെ കലാമിൽ നിന്നും ലഭിച്ച മാന, അന്നൽ ഹിദായത്ത നിശ്ചയം ഹിദായത്ത്, തതഅദ്ദ അത് വിട്ടുകടക്കും, ഇലൽ മഫ്ഊലി സാനി രണ്ടാം മഫ്ഊലിലേക്ക് വിട്ടുകടക്കും, താറത്തൻ ചിലപ്പോൾ ബിനഫ്സിഹി ആ ലഫ്ലിൻ്റെ നഫ്സ് കൊണ്ട് തന്നെ വിട്ടുകടക്കും, അഥവാ മാധ്യമങ്ങളൊന്നുമില്ലാതെ വിട്ടുകടക്കും. നഹ്വു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിലേക്ക് നമ്മെ ചേർക്കണേ എന്ന് പറയുമ്പോൾ നാ എന്നത് ഒന്നാം മഫ്ഊലും അസ്വിറാത്ത എന്നത് രണ്ടാം മഫ്ഊലും. വതാറത്തം ബി ഇല മറ്റു ചിലപ്പോൾ രണ്ടാം മഫ്ഊലിലേക്ക് ഇല കൊണ്ട് വിട്ടുകടക്കും. നഹ്വു വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇവിടെ ഇല കൊണ്ടാണ് മഫ്ഊലിലേക്ക് വിട്ടുകടന്നത്. വതാറത്തം ബില്ലാമി മറ്റു ചിലപ്പോൾ ലാമു കൊണ്ട് രണ്ടാം മഫ്ഊലിലേക്ക് വിട്ടുകടക്കും. നഹ്വു ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഇവിടെ ലില്ലതി എന്നിടത്ത് ലാമു കൊണ്ടാണ് വിട്ടുകടന്നത്. ഫമഅനാഹ ഹിദായത്തിൻ്റെ മഅന അലൽ ഇസ്തിഅമാലിൽ അവ്വലി ഒന്നാമത്തെ ഉപയോഗപ്രകാരം ഹിദായത്തിൻ്റെ മഅന ഹുവൽ ഈസ്വാലു ചേർക്കലാണ്. ഒന്നാമത്തെ മഅനയാകുന്നത് അൽ ഈസ്വാലു ചേർക്കലാണ്. വഅലസ്സാനിയൈനി രണ്ടാമത്തെ രണ്ട് ഉപയോഗപ്രകാരം ഹിദായത്തിൻ്റെ മഅന
ഇറാഅത്തു ത്വരീഖി, വഴിയെ കാണിച്ചു കൊടുക്കലാണ്. മറ്റൊരു നുസ്ഖയിൽ ബാഖിയൈനി എന്നുമുണ്ട്. ബാക്കിയുള്ള 2 ഉപയോഗപ്രകാരം ഹിദായത്തിൻ്റെ മാന എന്നാണ് അർത്ഥം വെക്കുക. അപ്പോൾ ഇല, ലാമ് പോലത്തെ മാധ്യമങ്ങൾ കൊണ്ടാണ് ഹിദായത്ത് എന്നത് 2-ാം മഫ്ഊലിലേക്ക് വിട്ടുകടന്നത് എങ്കിൽ ആ ഹിദായത്തിൻ്റെ മാന ഇറാഅത്തു ത്വരീഖായിരിക്കും, വഴിയെ കാണിച്ചു കൊടുക്കുക എന്ന മാനയായിരിക്കും. അതിൻ്റെ നഫ്സ് തന്നെ മഫ്ഊലിലേക്ക് നേരിട്ട് വിട്ടുകടന്നതാണെങ്കിൽ ഈസ്വാല് എന്ന മാനയായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല.